അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ മാനു സാഹിബ് വർത്താനം? ഇന്ന് ഞായറാഴ്ച ഉള്ള ഒന്ന് പണിക്ക് പോയിക്കണം. എന്തൊക്കെ വിശേഷങ്ങൾ അറിയാത്തല്ലേ? ബഹുമാനപ്പെട്ട സംസുക്കയും നിങ്ങളുള്ള വോയിസുകളും വീഡിയോസുകളും എല്ലാം നിറസാന്നിധ്യമായിരിക്കുന്നു. എത്രയോ ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നല്ല നിറക്കാഴ്ച. ബോംബെയിലെ പല ഭാഗങ്ങളിലും പല വിധത്തിലും പല കോലത്തിലുമുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് അറിയിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് മാനു സാഹിബ് നിങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തൊക്കെ നിങ്ങളെ വിശ്വാസങ്ങളൊക്കെ റായത്തനല്ലേ, സന്തോഷമല്ലേ? പിന്നെ അദ്ദേഹം ബാബാൻ്റെ ഗേറ്റാണ്. മുമ്പിൽ ഇൻസാമുദ്ദീൻ ഫാജിന്റെ ബർഗേൻ. അസ്സലാമു അലൈക്കും കുഞ്ഞിപ്പാക്ക. നിങ്ങളെ വീഡിയോ ഞാൻ എപ്പോഴാണ് കാണുന്നത്? ഞാൻ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സംസുഖ അതാ പാവം ആ കണ്ട ഓല എടുത്തിടുക. എന്താ കാണി? ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഈ തെങ്ങുമ്പോൾ കയറാണ്ട് അത് കഴിഞ്ഞിട്ട് അവിടത്തൊക്കെ കഴിഞ്ഞിട്ടാ ആ കണ്ടമാനം ഓല വെട്ടിയൊന്നു. ഓല വെട്ടിയിട്ട് വെയ്യക്കാക്ക സമനില തെറ്റി നടക്കല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞല്ലോ ഇല്ല കുഞ്ഞിപ്പാജി ആചാര്യോടെ പറഞ്ഞു. നിങ്ങൾക്ക് അറിഞ്ഞല്ലോ ഞാനൊരു രോഗിയാന്ന്. എൻ്റെ വിഷമം എൻ്റെ ഉള്ളിൻ്റെ അകത്ത വിഷമം ആരോടാ പറയുക? കാരണം എനിക്കിതൊന്നും വിടേണ്ട ആവശ്യമില്ല. ഇതായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. തെങ്ങുമ്മ കയറിയിട്ട് ഈ വീഡിയോ എടുത്ത് എന്താണ് അവർ പഠിച്ചവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്നൊന്നും മുട്ടില്ല. ആ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോവുകയാണ്. നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി. തെങ്ങുമ്മ കയറുക, ഇറങ്ങി പോയി പറിക്കുക, കച്ചവടം ചെയ്യുകയായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അല്ല യൂട്യൂബിന് പൈസ ഉണ്ടാക്കാനോ പിടിക്കാനോ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ. ഞാൻ ആ യൂട്യൂബിൻ്റെ പിന്നാലെ നടക്കാത്ത ആളാണ്. പക്ഷെ നിങ്ങളടക്കം എന്നോട് പറഞ്ഞു, മാനിയോ നീ നിൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇനിയും ചേർക്കുന്നു. പക്ഷെ എന്താണ്, അതിൽ എല്ലാവരും ഉണ്ട്, എല്ലാ മതങ്ങളുണ്ട്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനൊക്കെ ഉണ്ട്. കാരണം ഓരോരുത്തരുടെ മനസ്സ് എങ്ങനെയൊക്കെ മാറുമെന്നൊക്കെ വരാൻ പറ്റില്ല. അവർ വേണ്ടാതെ കഴിഞ്ഞപ്പോൾ നിങ്ങളെ യൂട്യൂബിലിട്ടാൽ നിങ്ങൾ ഒരു മതപരമായിട്ട് അയക്കേണ്ടിടും. അതുപോലെ അസറഫ്ക മൂപ്പരാർ യൂട്യൂബിൽ ഇട്ടെന്താ, യൂട്യൂബിക്കല്ല വാട്സാപ്പിലേക്ക് വിട്ടെന്താ തരാം. മൂപ്പരാർ മതമാരായിട്ട് ഇങ്ങനെ വിടും. അപ്പോൾ എല്ലാവരും മതമാരായിട്ട് എല്ലാ മതക്കാരും ചേർത്തുള്ളൊരു വീഡിയോ ആണ് എൻ്റെ മാനു ഫ്രണ്ട്സ് കണ്ട്. പിന്നെ യൂട്യൂബിൽ നിങ്ങളെല്ലാവരും പറഞ്ഞപ്പോൾ കയറി. ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തൊക്കെ പറയണ്ടേ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാം. മാൻ എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിലൊന്നും ഇരിക്കൂല. ഞാൻ ചെറ്റത്രം ചെയ്താലും ലോകത്തോട് വിളിച്ചു പറയാം. ഇന്നലെ ജുമായ്ക്ക് പോയില്ല അറിഞ്ഞു. ആരെങ്കിലും പറയുമോ? പെരുന്നാളിനും പോയില്ല. എൻ്റെ തെറ്റല്ല. ഞാൻ ചെന്നപ്പോൾ നിസ്കരിക്കാൻ കിട്ടിയില്ല. ഇന്നലെ ഓരോരുത്തരും എന്തോ കമൻറ്റ് വേണ്ടാത്ത എഴുതിയപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്ന ആരോ 2.5 മണിക്ക് തൊട്ട് ഉണർത്തേനെ മോനഞ്ച് പോയി നിസ്കരിച്ച് നിസ്കരിച്ച് പാവുന്ന കാര്യം കണ്ടാണ് ഞാൻ വേറെ എവിടെ ദാനാപന്തരി പോയിട്ട് നിസ്കരിച്ചത്. എന്നും ലത്തീഫ് ഉസ്താദിൻ്റെ പള്ളിക്ക് കയറുന്ന ആണോ പള്ളിക്ക് കയറുന്ന ഒരാൾ ആരെന്തൊക്കെ വിട്ടപ്പോൾ എൻ്റെ മനസ്സ് സമനില തെറ്റി. ജുമായും വേണ്ട ഒന്നും വേണ്ടാന്ന് തോന്നി. കാരണം മറ്റേ മനസ്സ് വേദനിപ്പിച്ച്. ഇവിടെ അസ്സലാമു അലൈക്കും എല്ലാവരോടും നമസ്കാരം, നന്ദി. എൻ്റെ സാറൊക്കെയാണ്. സാറേ നിങ്ങളെ പേര് പറയും? അനീഷ് സാർ. സാറേ നിങ്ങളെ പേര്? സുധാകർ സാർ. കാരണം എന്താ ജോലി ഇവിടെ? ആർമി അല്ലേ? നിങ്ങൾ അല്ല ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ തെങ്ങ് കയറാൻ വേണ്ടി വന്നാ ശബ്ദം അടഞ്ഞോ? ഇതാ ഇയാളെ പരിചയണ്ട? ഇത് ഗിന്നസ് ബുക്കിൽ വന്ന ആളാ. എന്തായാലും സാർ താങ്ക് യു കേട്ടോ. എൻ്റെ വീഡിയോ ബോംബെ മാനു എന്നാട്ടാ. സബ്സ്ക്രൈബ് ചെയ്തോളി, സ്വർഗം കിട്ടും. അടിഞ്ഞു കുടിക്കാം, അടിക്ക് കുടിക്കണം. താങ്ക് യു കേട്ടോ സാറേ. ഓക്കെ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ ഞായറാഴ്ച പണിക്ക് വന്നപ്പോൾ തുണി എടുക്കാൻ മറന്ന്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ട്രൗസർ ഇട്ട് നടക്കണേ. ഞാൻ ട്രൗസർ ഇടലില്ല. ട്രൗസർ ഞാൻ ഇടലുണ്ട്. അതിൻ്റെ കൂടെ തുണിയുണ്ട്. എനിക്ക് തുണിയില്ല തെങ്ങ് കയറാൻ പറ്റൂല. കാരണം ഇങ്ങനെ ഇട്ടിട്ട് പരിചയമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ള ആൾക്കാർ ഇടുന്നതാണ്. പക്ഷെ നമുക്ക് പാടില്ല. നമ്മളിങ്ങനെ ഇട്ടാലും ഒരു തുണിയെങ്കിലും മറയായി വെക്കണം. പക്ഷെ എന്താ ചെയ്യുക, തുണി മറന്ന് പാകം കുടുങ്ങി. ഞായറാഴ്ചയാണ്, വേഗം പണിയെടുക്കണം. ഞായറാഴ്ച എത്ര വേണമെങ്കിലും എടുക്കാം. കാരണം ഞായറാഴ്ച വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ്
ഇതാ അവസ്ഥ. ഞാൻ അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളൊരു മുസ്ലിമാരാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഒരു തുണിയെങ്കിലും ഇടണം. ഒരു ട്രൗസർ ഇട്ടിട്ടൊന്നും തെങ്ങേറാൻ പാടില്ല. ഈ കോലത്തിലും തെങ്ങേറരുത്. വളരെ മോശമായി. അത് മറ്റുള്ള മതക്കാരിട്ടോട്ടെ, നമുക്ക് പാടില്ല. നമ്മൾ ഇതും വേണം, അതിൻ്റെ ഉള്ളിൽ സെറ്റ് ഉണ്ടെങ്കിൽ ആവും കുഴപ്പമില്ല. പക്ഷെ പുറത്ത് തുണിയും വേണം. ഇതാണ് നമ്മളവസ്ഥ. അപ്പോൾ തെങ്ങേറാൻ വന്നാ ഓല വെട്ടാൻ പോവാണ്. സാധാ സംസുഖ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് കയറാണ്ട്. ഓക്കെ, ഇനി ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഞാൻ പറഞ്ഞു പോയിട്ടൊക്കെ പൊരുത്തിവിടെ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ മനസ്സിന് പലപ്പോഴും വേദന അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല വരികൾ എഴുതിക്കാൾ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ വരരുത് കേട്ടോ. നിങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടെ എന്നെ കണ്ടതാണ്. ഇൻ്റർനെറ്റിൽ കൂടെ നിങ്ങൾ വരികൾ എഴുതിയാൽ മതി. എന്നെ കാണാൻ വരും. ഞാൻ ആരല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റോട്ടുമ്മ കിടന്ന് വളർന്ന ഒരാളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് വെറുപ്പുള്ളൊരു ഇൻ്റർനെറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഡിലീറ്റ് ആക്കി കളയുക. കാണാൻ നിൽക്കരുത്. സ്വാഭാവിക ആരെങ്കിലും വേദനത്തിന് എന്നോട് പൊരുത്തപ്പെടുക. ഇന്നത്തെ ഞായറാഴ്ചക്കത്തെ വീഡിയോ. സംസുക്കാ തുണിയില്ലാതെ നടക്കണ കാണി. ഞാൻ അപ്പോഴും തുണിയില്ലാതെ നമ്മളെ യൂണിഫോം അല്ലേ? നമ്മ തെങ്ങുമ്മ കയറുമ്പോൾ യൂണിഫോം അല്ലേ? ഞാൻ ഒന്ന് ചോദിക്കണോന്നും പറയരുത്. നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാ. നിങ്ങളിന്റെ കരളിന്റെ കഷ്ണാണ്. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഈ ഞായറാഴ്ചക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? ഒന്ന് പാടി കാടി കാണി. നിന്റെ കോലോ ഇതും എല്ലാം കൂടി ജീവിത പ്രശ്നം പൈസ കാണി. ഹലാലായ പൈസയാണ് അത്. ഇന്റർനെറ്റിൽ കൂടെ ഇന്റർനെറ്റ് നല്ല സൂക്ഷിച്ചോളിട്ടാ. ആ പാടുന്ന ഒന്ന് കാണും, ഒന്ന് പാടുന്നു. അതെ, നീ യൂണിഫോം കാട്ടി കൊടുത്തതിൽ കുഴപ്പമില്ല. തുണിയിലാണ് നിൽക്കണല്ല. നമുക്ക് തെങ്ങുമ്പോ കയറണമെന്ന് ഇങ്ങനത്തെ ഇവിടെ നല്ലൊരു പാട്ട് പാടിക്കാണ്. പാടുന്നു ഒരു പാട്ട് പ്ലീസ്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം കിട്ടാ. എന്താരോ ഞാൻ പറ്റാ ഇവിടെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഏതൊരു മനുഷ്യനെ നിങ്ങളെ നമ്പർ ഞാൻ കൊടുത്തു. നിങ്ങളെ നമ്പർ കൊടുത്തിട്ട് കുറെ കോളുകൾ വന്നിട്ടുണ്ട്. നിങ്ങളെ നമ്പർ ഒന്നുകൂടി മാറി 9747 677 081. ആ മനുഷ്യൻ ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. എനിക്ക് വിടുമ്പോഴൊക്കെ നല്ല ആലോചിച്ച് വിട്ടാണ്. ഞാൻ ലോകം മുഴുവനും വിട്ടുകൊടുക്കും. ആ മനുഷ്യൻ എന്താ പറഞ്ഞിങ്ങനെ അറിയോ? ഞാൻ പല തെറ്റുകളും എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതാ മഴ പെയ്യണക്കാണ്. കുറച്ചാണ് ഇപ്പം അതാ മഴ പെയ്യുന്നത്. മഴ അയാൾ പറയുകയാണ്, ഞങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തെറ്റിൽ നിന്ന് അകന്ന് മാറി നിങ്ങളെ എൻ്റെ കവളത്തേക്ക് ഒന്ന് ആറ്റാം. അയാൾക്ക് പൂജയാവുണ്ട് അത്ര. ഇല്ല അയാൾ ആ മനുഷ്യൻ നേരായിന്ന്. അള്ളാഹു ആ മനുഷ്യൻ മരണപ്പെട്ടാലും അള്ളാഹു അയാളെ കബർ സ്വർഗമാക്കി കൊടുക്കണേ നാമിന്ന് പറയും. എന്നൊരു പാട്ട് പാടിയുണ്ട്. മഴ പെയ്യുന്നു. മഴ പെയ്യുന്നു. ഇങ്ങോട്ട് കയറിക്കോളി, ഇങ്ങോട്ട് കയറിക്കോളി. മഴ പെയ്യുന്നു. കേക്കട്ടെ. പാടി ഒന്ന് പാടിക്കൂടി. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം. ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ ഒഴിക്കുന്നെല്ലാരും. ഞങ്ങൾ പണി തുടങ്ങട്ടോ. കമന്റ് ചെയ്ത് ഒരു ദിവസം പാടി വിടുന്നതായിരിക്കും. ഫുള്ളായിട്ട് ഈ പാട്ട് ഫുള്ളായിട്ടല്ല. ഒരു മനുഷ്യൻ ചിന്തിക്കാനും നമ്മളെ വീഡിയോ കണ്ട ഒരു മനുഷ്യൻ നേരായി എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു അയാളെ മരണശേഷം അയാളെ കബർ നീ സ്വർഗമാക്കി കൊടുക്കണ ആ മനുഷ്യനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യരുതിട്ടോ. ഇനി ഏതായാലും നിങ്ങൾ തെറ്റിൽ കൂടെ പോയിരുന്ന ആൾ നേരായി എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യേണ്ട, ഞാൻ ആരുമല്ല, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എൻ്റെ വീഡിയോയിൽ കൂടെ ഏതോ ഒരു മനുഷ്യൻ നേരായി എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിക്കുകയാണ്. ഇന്ന നിരക്കത്തിട്ടോട്ടാ. പക്ഷെ ആ മനുഷ്യൻ അള്ളാഹു ഞാൻ പറയും, അള്ളാഹു ആ മനുഷ്യർക്ക് ഇനി സ്വർഗം കൊടുക്കണേന്ന്. ആ മനുഷ്യന് എന്നോട് പറഞ്ഞതാ. അയാൾ മാത്രം എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാൾ 3 ആൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അയാൾ മാത്രം. ഇനി ആരും എന്നെ കാണാൻ വരരുത്. എപ്പോഴും പറയുന്നുണ്ട്, എന്നെ കാണാൻ പറ്റുന്ന ആരല്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു രോഗിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞു അസ്സലാമു അലൈക്കും. ഇന്നലെ പാടണ്ട. കുളിപ്പിച്ച് കോടി ഉടവയിൽ മൂടി കർപ്പൂരം പനിനീരും ചൂടി നമസ്കരിക്കും സമസ്കരിക്കും നമസ്കരിക്കും സമസ്കരിക്കും ഹൃദയം കണ്ണും നേരിക്കുന്നെല്ലാരും. ഇത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം. ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ ഒഴിക്കുന്നെല്ലാരും. മഴ പെയ്യണ ഈ മഴ എന്താ അറിയോ? അത് ലൈലത്തുൽ ഖദറിന്റെ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നിട്ട് ആകാശത്തിൽ നിന്ന് ഇറ്റി വീണ മഴക്ക്. ആ മഴയിലുണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങൾ സമാധാനി പറഞ്ഞിട്ടുണ്ടോ? ലൈലത്തുൽ ഖദറിന്റെ അന്ന് എന്താണ് വളാഞ്ചേരി കുറ്റിപ്പുറം അവസാനം പാറപ്പുറം വന്നിട്ട് ലൈലത്തുൽ ഖദർ ആ മനുഷ്യർക്ക് കൂടി അറിയില്ല. ഈ പാറപ്പുറത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ അരിഞ്ഞു തിരിഞ്ഞ് റോട്ടുമ്പോൾ കൂടെ പണിയെടുത്തിരിക്കണം. അപ്പോൾ അവിടെയും മലക്കുകൾ വന്ന് ഇറക്കിയാണ്.
ഉമ്മയുടെ അതെന്താ നെറ്റിത്തടത്തിൽ ഒരു തുള്ളി വെള്ളം ഉമ്മൻ്റെ ഇതിൻ്റെ എന്തൊക്കെ പറഞ്ഞാണ് ഉസ്താദ് ഉസ്താദ്മാർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കണേ റബ്ബേ, സ്വാമിമാർക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ, ചർച്ചിലുള്ള മനുഷ്യന്മാർക്ക് സ്വർഗം കൊടുക്കണേ. നല്ല മനുഷ്യന്മാരെ പ്രസംഗം കേട്ടാണ് നമ്മളെ ഹൃദയം തന്നെ നന്നായി മാറും. അസ്സലാമു അലൈക്കും. ഞായറാഴ്ച ഉണ്ണിയേട്ടൻ നിൽക്കണോക്കാണി പാവം എവിടെക്കാണി. നമസ്കാരമുണ്ട് സാറേ. ഗുഡ് മോർണിംഗ്. Good morning. Good morning. Good morning. How are you? Very fine. What do you think in the ghost? No. In the your friends, you're in the one thing in the ghost. In the വീട്ടിലെ വിവരന്ന് വീട്ടിലെ വിശേഷം. നമുക്ക് വീട്ടിലെ വിവരം. മാഷാ അല്ലാ. കിടക്കാണ് ഇതിന്റെ ഉണ്ണേട്ടനാ ഈ മനുഷ്യരെ. ഇയാളെ പേര് ഉണ്ണേട്ടൻ, എൻ്റെ പേര് മുഹമ്മദ്. ഈ പാവ രണ്ടു പേറ്റ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടേ വിളിച്ചിട്ട് എനിക്ക് വീട്ടിൽ ബിരിയാണി എന്നാ കാണിക്കല്ലത്. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ ഈ മനുഷ്യനിൻ്റെ കൂടെ വരണം, അല്ലാതെ ഞാൻ സ്വർഗം കാണൂല. റബ്ബിന്റെ മുന്നിലാണ് ഞാൻ പറയുന്നത്. എപ്പോ വന്നാലും ഇവിടെ കാണും. എപ്പോ വന്നാലും ഇവിടെ കാണും. ഞാൻ സ്വർഗത്തിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ വരണം. ഇയാൾ വന്നല്ല ഞാൻ സ്വർഗത്തിൽ കിടക്കൂല. നരകത്തിക്കാൻ ഇട്ടോട്ടെ റബ്ബ്. ഇന്ത്യയെ പറ്റുമെങ്കിൽ പറ്റുമോ? 10 ജന്മം ജനിക്കണം അങ്ങനെ പറയാണ്. പന്നാടെ മക്കളെ നല്ലപോലെ ജീവിച്ചോളി. സമനില തെറ്റി നടക്കുകയാണ്. ഇയാൾക്കറിയാം ഞാൻ പ്രാന്തനാന്നുള്ളത്. ഇയാൾക്കും അറിയാം. ഇയാൾ പ്രാന്തനാച്ച എന്നാ പോണേ തലക്കെട്ട് കെട്ടിയിട്ട് ഒറ്റക്കൊട്ട മുടിയായിട്ട്. ദൈവസത്യമാണ്, അങ്ങനത്തെ ദൈവസത്യമാണ്. ഇയാളിനോട് പറഞ്ഞ് എൻ്റെ അയാൾക്ക് വിഷമാവും. ചായ കുടിച്ചാലോ? സന്തോഷം കൊണ്ട് കുടിപ്പിക്കുകയാണ്, ഹൃദയം കൊണ്ട് കുടിപ്പിക്കുക. മാഷാ അല്ലാ. എന്നാ ഞാൻ വരാം, അയാളെ ചായ കുടിക്കാൻ പോവാണ്. കട്ടൻ ചായ ഉണ്ടെന്നോ കേട്ടോ? കട്ടൻ ചായ നിങ്ങൾ കുടിക്കും. മാഷാ അല്ലാ. അല്ല ഇവിടെ കാണി കണ്ടമാന ഓല വെട്ടുകയാണ്. എന്താണ് അറിയോ? ഉറുമ്പ് കടിക്കണ ഉറുമ്പല്ല, മറ്റേ കറുത്ത ഉറുമ്പുണ്ടല്ലോ, അത് മേത്ത് ഒന്നാകണ്ട് വന്ന്. ഇന്നത്തെ വീഡിയോ പേര് കണ്ടിക്കണോ? ഉറുമ്പല്ല, പുഴു. ആ പുഴു എന്താ ചോരമച്ചാടി എന്താ മറ്റേ പച്ചപ്പുഴു ഉണ്ടാവൂലേ? ആ ഞാൻ പാവം എത്ര മണിക്കൂർ പിടിക്കുന്നവരെ പാവം കണ്ടമാന ഓല വെട്ടിയോടെ ഉണ്ണിട്ടോ ജനങ്ങൾ നടന്നു പോവുകയാണേ. അന്നെപ്പോലെ കൂടെ നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അല്ല ഇജ്ജ് പഠിച്ചാൽ അന്നെപ്പോലെ കൂടെ നല്ല മനുഷ്യന്മാർ രാവിലെ വാക്കിങ് ചെയ്യാൻ പോകുമ്പോഴേ ഹിന്ദു ആണ്, ഇന്ത്യയുടെ തലമൊക്കെ ചത്താലും പാടില്ല, മുസ്ലിമാനാണ്. എൻ്റെ മനസ്സിലുണ്ടാവും മുസ്ലിമാനാ ചാവട്ടെന്ന്, എൻ്റെ മനസ്സിലുണ്ടാവും. പാടില്ല. നമുക്ക് ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും മടങ്ങണം. കൈയാട്ടുകൾ ഞാൻ നോക്കി പറയും പുളികടം ഇതാ നടക്കുക. എന്തേ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. വേണ്ട, 1 കോടി രൂപ വിലയുള്ള വാക്കാ മനുഷ്യൻ പറഞ്ഞത്. സാറില്ല ഞങ്ങൾ ചിന്തക്കെ പറയണ്ടിട്ടാ. എൻ്റെ കമൻറ്റ് എഴുതിക്കോളി, നല്ലത് എഴുതിക്കോളി. വേണ്ടാത്ത എഴുതി. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ജുമാക്ക് പോയില്ല. ആരോ ഒരുത്തൻ കമൻറ്റിൽ എഴുതിച്ച് ആരാടാ അള്ളേടാന്ന്. അപ്പം ഞാൻ ജുമാക്ക് പോയില്ല, കാരണം ആകെ പേടിയായി. സമനില തെറ്റിയിട്ട് 2.5 മണിക്കുള്ളൊരു ജുമാ എന്തായാലും ഞാൻ പോയതല്ല. പിന്നെ ആരോ ഉറക്കത്തിൽ വിളിച്ചിട്ട് എനിക്ക് പോയി നിസ്കരിച്ചിട്ട് പോയി. അങ്ങനെ ജുമാക്ക് പോയതല്ലെങ്കിൽ ഞാൻ ആ ജുമാ ഒഴിവാക്കാൻ തയ്യാറായിരുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയും. ഇയാൾക്കറിയാം എൻ്റെ സ്വഭാവം എന്താ. ഞാൻ പറഞ്ഞില്ല. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറയാം 8:20 പണി നിർത്തി. തെങ്ങുമ്മ കയറാൻ വയ്ക്കണം ഞാൻ മക്കളെ. സമനില തെറ്റിയിട്ട് എന്താ സുഖമില്ലാത്ത രോഗിയാണ് തെങ്ങുമ്മ കയറി. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണേ. നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരോ തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സന്തോഷം. അള്ളാഹുവേ നിങ്ങളൊക്കെ നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ ഏറ്റവും ബാക്കിൽ അള്ളാഹു തീരുമാനിക്കട്ടെ എൻ്റെ കാര്യം. മാഷാ അല്ലാഹ്. 8:20 നിർത്തിയിട്ട് അവിടെ കയറാൻ വയ്യ. 5 എണ്ണറ്റം കയറി. कट गया कभी बड़ा भाई का क्या हुआ? कैसे कट गया? അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാട്ടാ തെങ്ങ്. ഞാൻ ഇന്നലെ വീഡിയോ ബന്ദോ ഗാനം ബന്ദർ. ഞാൻ ഇന്നലെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഇന്നലെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് ആ ഭാई कैसे ठीक है ना? आप तो पूरा बिल्डिंग संभाल रहे हो. ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. ഇവിടെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ വേഗം ഡിലീറ്റാക്കി. അത് എത്ര പേര് കണ്ടു നിൽക്കറിയില്ല. പക്ഷെ ഞാൻ ഉള്ളത് പറഞ്ഞതാണ്. പക്ഷെ വേണ്ടാത്ത എന്തൊക്കെ പറഞ്ഞു പോയി. അതുകൊണ്ട് എന്നോട് പൊരുത്തപ്പെടണം. കാരണം എന്താ പറയുക, ഇവിടേക്ക് കിടന്ന് ഉറങ്ങിയ ആൾക്കാരെ ഞങ്ങൾ. അപ്പോൾ അത് ഞാൻ ഇത് കണ്ടുവരിഞ്ഞ് കാണണ്ട എത്ര ആൾക്കാർ കാണുമെന്ന് നിൽക്കറിയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അവസാനം ഒരു സ്വർഗ്ഗമാക്കി മാറ്റി. പടച്ച റബ്ബ് നമുക്കൊരു സ്വർഗം തന്നെ. ആദ്യം നമ്മളെ നരകിപ്പിക്കും, കണ്ണീര് കുടിപ്പിക്കും, ഒരുപാട് ഹൃദയം വേദനിക്കും. പക്ഷേ ഭയപ്പെടരുത്. എങ്ങനെ വേദനിപ്പിച്ചാലും നിങ്ങൾ മറ്റുള്ളവൻ്റെ മുതൽ പോയി കക്കാൻ പോകരുത്. അത് പടച്ചോൻ്റെ ഒരു കളിയാണ്. ഞങ്ങളോട് പറയണ്ടേ
ഒന്നുമില്ലാതെ പൂജ്യത്തിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. ചെറുപ്പം മുതൽ 7 വയസ്സ് 9 വയസ്സായിട്ട് ഇവിടെ വന്നതാണ്. അങ്ങനെ റോട്ടുമ്മ കടന്നിട്ട് അടിയും കുത്തൊക്കെ കൊണ്ട ഒരാളാണ് ഞാൻ. വെളിയങ്കോട് അച്ഛനുണ്ട്, അച്ഛൻ്റെ അനിയനുണ്ട്, സാവു, സക്കീർ, സലീം, കബീർ, നാസർ, അങ്ങനെ പറയാൻ നിന്ന ഒരുപാട് ആൾക്കാർ, യൂസഫ്, പിന്നെ ശിവന്, പിന്നെ രവി 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 സന്തോഷ്, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. മറവഞ്ചേരിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ഈ റോട്ടുമ്മ കിടന്നിട്ട് എൻ്റെ വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 2 വറ്റ് ഭക്ഷണം കഴിച്ച് പോയ ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. ഒന്നുമില്ലാതെ വന്നിട്ട് എൻ്റെ വാപ്പാൻ്റെ അടുത്ത് 2 വറ്റ ഭക്ഷണം കഴിച്ച് ആ കഴിച്ച ആൾക്കാർക്കൊന്ന് നാട്ടിൽ നല്ല സ്ഥലവും കൊട്ടാരൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ആ മക്കൾ അന്നത്തെ കാലത്ത് എൻ്റെ വാപ്പാടെ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവർ ഗൾഫിക്കും പോയി. എൻ്റെ അയൽവാസി ആ മനുഷ്യന് ഞാൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ കാണാനായിട്ട് ആ മനുഷ്യൻ വന്നിട്ട് നോക്കാനേ ഒരു പ്രായമുള്ള ഒരാളാണ്. അയാൾ മരിച്ച് ഇന്നായില്ലായി റാജുൻ അള്ളാഹുവേ അയാളെ കബർ നീ സുഖമാക്കി കൊടുക്കണം റബ്ബേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ വല്ല തെറ്റുകളുണ്ടെങ്കിൽ ആ പാവത്തിൻ്റെ പൊരുത്തപ്പെട്ട് കൊടുക്കണം. ആ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ട ഒരുപാട് പേരുണ്ട്. ആ കണ്ടവരെല്ലാവരും അള്ളാഹുവേ സ്വർഗത്തിലേക്ക് കടക്കാനും പരസ്പരം മുണ്ടി സംസാരിക്കാനും റസൂലിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവേ വിനീതിൻ്റെ ദോയാണ്. ഈ ദോക്ക് അള്ളാഹു പ്രതിഫലം സെക്കൻഡ് പ്രകാരം കടന്നു വരണം. എൻ്റെ ദോയാട്ട നിങ്ങൾ ആമിയെടുക്കണ്ട, നിങ്ങളാരും ആമിയെടുക്കാൻ നിൽക്കേണ്ട, സമനില തെറ്റിയിട്ടാണ്. അപ്പോൾ ആ മനുഷ്യനെ എപ്പോഴും എന്നെ കാണുമ്പോൾ ആ പാവാൻ ഇങ്ങനെയോ മാന് വന്ന വിവരം അറിഞ്ഞ് അവസാനം ആ മനുഷ്യൻ വണ്ടിമേ വരികയാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ അതിന് ആൺകുട്ടികളില്ല, 4 പെൺകുട്ടികൾ ആ പാവത്തിന്. അള്ളാഹുവെ ആ മനുഷ്യൻ്റെ കബർ നീ വിശാലമാക്കി കൊടുക്കുക റബ്ബേ. അള്ളാഹുവെ കണ്ണുകൊണ്ട് കണ്ട പ്രകാശം, ഭൂമിയിലെ പ്രകാശം, നാളെ അള്ളാഹുവെ പള്ളിക്കാട്ടിലും ആ പ്രകാശം കണ്ണുകൊണ്ട് പ്രകാശത്തിലൂടെ മനുഷ്യൻ ലോകം മുഴുവനും കറിഞ്ഞ മനുഷ്യനാണ്. അതേ മനുഷ്യൻ ഭൂമിയിൽ എവിടെക്കോ പോയി കണ്ടിട്ടുണ്ടെങ്കിലും കബറിങ്ങൾക്കെടുക്കുന്ന ആ മനുഷ്യൻക്ക് അള്ളാഹു സ്വർഗത്തിൻ്റെ വിശാലമാക്കി മാറ്റണ റബ്ബേ. രാത്രിക്കൊരു പകലുമുണ്ട്, പകലിനൊരു രാത്രിയുണ്ട്. പകലാക്കി മാറ്റണ രാത്രി പകലാക്കി മാറ്റണേ പകലും, രണ്ടും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ ആ മനുഷ്യൻ കിടക്കുന്ന കബർ വിശാലമാക്കി കിടക്കണേ. അതുപോലെ മൈമുട്ടിയാക്കൻ്റെ കേസി മൈമുട്ടിയാക്ക, ആ മനുഷ്യൻ്റെ കബർ നീ വിശാലമാക്കണേ. എൻ്റെ ഭാര്യയുടെ ഒപ്പ ആ മനുഷ്യൻ്റെ കബർ വിശാലമാക്കണേ. എൻ്റെ മൂത്താപ്പ ആ മനുഷ്യൻ്റെ കബർ വിശാലമാക്കണേ. എൻ്റെ മൂത്താപ്പ അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ മരണപ്പെട്ടു പോയവരെ കണ്ടുമുട്ടാനും പാത്തുമ്മ താത്ത ആ കബർ വിശാലമാക്കണേ. എൻ്റെ അവിടെ പെയിൻറ്റിന് വന്ന എന്താണ് റസാക്കിൻ്റെ മകനോ എന്തോ ഒരു പേരുണ്ട്, അയൽവാസി, അതിലാചാര വീടിൻ്റെ നേരെ മുന്നിലുള്ള ആ കുട്ടിയതാ എന്തോ മാരകമായ രോഗം ശരീരത്തിൽ പെട്ടിട്ട് ആ മനുഷ്യൻ്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ട് എന്തോന്നായിട്ട് ആ കുട്ടിയും ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതും കബർ വിശാലമാക്കണേ റബ്ബേ. ആക്കും ഞാൻ ദുആ ചെയ്താൽ റബ്ബ് ഉണ്ടാവും. അതും ഞാൻ ഈ ദുആയാണ് സെക്കൻഡ് പ്രകാരം മലക്കിനെ ഈ ഭൂമിയിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്കും കൊണ്ടുവരണേ റബ്ബേ. എൻ്റെ ദുആ അങ്ങനെയാണ്. നിങ്ങൾ ആമിയെടുക്കരുത്, നിങ്ങളാരും എനിക്ക് വേണ്ടി ആമിയെടുക്കേണ്ട. ഭ്രാന്താണ്, സുഖമില്ലാത്തവൻ പലതും പറയാണ്. അങ്ങനെ ഈ മനുഷ്യന്മാർ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോയ അനവധി മറവഞ്ചേരിക്കാരുണ്ട്. അള്ളാഹു ആ മറവഞ്ചേരി തന്നെ ഒരു പ്രകാശമാക്കി മാറ്റിയിരിക്കുകയാണ്. ആ പള്ളി തന്നെ നല്ല പ്രകാശമുള്ള മുനാരമാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ആരും പണ്ട് വറ്റി കഴിച്ച ഈ ഒരു മനുഷ്യനും എൻ്റെ വാപ്പാൻ്റെ യാത്ര ജീവിച്ചിരിക്കണ്ടേ, ഒരാളും കടന്നു വന്നില്ല. ആരാണ് സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഇൻഷാല്ലാ. അങ്ങനെ റോട്ടുമ്മ കിടന്നിട്ട് ഹിന്ദുവിൻ്റെ സ്ഥാപനമാണത്, ഹിന്ദുവിൻ്റെ കടയാണ്. ആ മനുഷ്യൻക്ക് ഹാർട്ട് അറ്റാക്കായിട്ട് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ആ മനുഷ്യൻ എന്നെ ഏൽപ്പിച്ച് പോയിക്കുകയാണ്. ഇജ്ജ് കൊണ്ടായിരുന്നോ, എനിക്ക് എഗ്രിമെൻറ്റും വേണ്ട. ആ ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ കിടന്ന് ഉറങ്ങണ റൂം അതും ഒരു ശിവസേനക്കാരൻ്റെയാണ്, RSSൻ്റെ കടയാണ്, BJPയുടെ കടയാണ്. ആ മനുഷ്യനൊന്നും നിന്നെ ദ്രോഹിച്ചിട്ടില്ല. ഞാൻ കച്ചവടം ചെയ്യണതോ അത് RSS BJP ബിസിനസ്. എൻ്റെ പേര് മുഹമ്മദ്, അങ്ങനെ വെച്ചാൽ അവർ വെടിച്ച് കൊല്ലണ്ട എന്നെ. ഞാൻ എൻ്റെ പേര് കേട്ടിട്ട് മുഹമ്മദ് എന്ന അറിയുന്ന മനുഷ്യർക്ക് കട കൊടുക്കുമോ? നിങ്ങൾ വിചാരിച്ച ആൾക്കാരെന്നല്ല ഹിന്ദുക്കൾ, നല്ല മനുഷ്യന്മാരാണ്. ഹിന്ദു മുസ്ലിം ഒക്കെ നല്ല, പക്ഷേ ഉസ്താദുമാർ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ സ്വർഗത്തേക്ക് പോകണില്ല. പള്ളിയിലച്ഛനും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ സ്വർഗത്തേക്ക് പോകണില്ല. സ്വാമി അമ്പലത്തിലൊക്കെ സ്വാമിമാരുണ്ടല്ലോ, നല്ല സ്വാമിമാരാ. അവരൊക്കെ ഹൃദയം നന്നാക്കി വെച്ചിട്ടാണ് അമ്പലത്തിലേക്ക് കടന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണത്. അവരും പറയേണ്ട മക്കളെ നിങ്ങൾ തെറ്റ് ചെയ്യാതെ ജീവിക്കാണ്, എന്നാലും നമ്മൾ സ്വർഗത്തിൽ പോകണില്ല. എന്നിട്ട് നമ്മൾ പള്ളിക്ക് പോയിട്ട് സെക്രട്ടറി മാനേജർ തെറ്റ് ചെയ്തിട്ട് ജനങ്ങളെ മുന്നിൽ നല്ലവനും വീട്ടിനകത്ത് തെറ്റ് ചെയ്തവനും പള്ളികൾക്ക് കിടക്കരുതിട്ടാ. പള്ളി, അമ്പലം, ഇത് ചർച്ച് ഇതൊക്കെ പറഞ്ഞാൽ ഒക്കെ നിങ്ങളെ ഹൃദയം നന്നാക്കി വെക്കാൻ വേണ്ടി നമ്മളൊക്കെ വരുന്നതിന് മുന്നേ ലോകത്തുണ്ടാക്കിയിട്ട ഒരു മുതലാണ്. എത്ര തവണ നിങ്ങൾക്ക് പാടിത്തരണ്ട്.
ഏതൊരു മനുഷ്യൻ എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്നോട് വോയിസ് വിട്ടിട്ടുണ്ട്, അതും കൂടി അതിൻ്റെ കൂടെ കാണിച്ചാൽ കേട്ടു നോക്കി. ആ മനുഷ്യൻ ലോക ചരിത്രം ചെയ്ത ആളത്ര. നമ്മളെ പ്രസംഗം ചെയ്തപ്പോൾ മൂപ്പരൻ നന്നായിന്ന്. അള്ളാഹു ആ മനുഷ്യൻ മരച്ച് പറ്റിച്ചു പോയാലും ആ മനുഷ്യൻ്റെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അയാൾ ഇനി തെറ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ പ്രസംഗത്തിൽ കൂടെ ഇനി അയാൾ വല്ല തെറ്റ് ചെയ്തോ പിന്നെ ഞാൻ അറിയില്ല. സല്ല ആ പയ്യ മോനെ, ഈ കുട്ടിക്കാണ് ഞാൻ കട കൊടുത്തിക്കടേ. मेरा दुकान दिया ना बेटा तेरे को? अच्छा ना? मैं कुछ तकलीफ दिया तेरे को? मेरा जैसा कोई आदमी मिलेगा? सही बोलो. तू झूठ बोलता मैं मोहम्मद को कभी नहीं झूठ बोलेगा ना? तेरा मम्मी तेरा पापा को खाने के लिए, तेरे को खाने के लिए, तेरा बाल बच्चों को खाने के लिए मैंने रोजी रोटी दिया, बराबर है ना? जैसा धंधा में 2 रुपये ज़्यादा मिलेगा तो 4 ना ज़्यादा देना मेरे को. देगा कि नहीं? देगा ना? 10 रुपया कुटी ഞാൻ ഈ കുട്ടിയെന്നെ എനിക്ക് വാടക കൂട്ടി തന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ दारिकाड़ ये सेठ को देता है, ये सेठ को मैं बोलता है ये सेठ हिंदू है, बहुत अच्छे इंसान है वो. मेरे को क्या बोला मालूम है? मोहम्मद तुम ऐसा तू ही चलाओ भाई, किसको धंधा नहीं देगा. मेरा मामा है वो. അതിൻ്റെ ഉമ്മയുടെ ആങ്ങളെ പോലെ ഞാൻ കാണുന്നത്. मेरा मामा क्या बोला मालूम है? ഈ മനുഷ്യന് അയാൾ ഹിന്ദുവാണ്, ये मुस्लिम आटा. तेरा नाम क्या? इब्राहिम शेख. हाँ इब्राहिम शेख भाई का बहुत अच्छा नाम डाला. और गलत काम करता है क्या? नहीं है ना? गलत काम मेरा साथ में मत करना. കുട്ടികൾക്ക് കട കൊടുക്കുക തിരിച്ചു പഠിക്കാൻ പാടില്ല. കച്ചവടം കിട്ടുമ്പോൾ 10 रुपये ഈ പാവം 1000 रुपये കൂട്ടി തന്നെ. सेठ को मैं बोलता इसको मैं बोला मेरा मामा का कैंसर का बीमा हार्ट अटैक हो गया, जो पैसा ज़्यादा मिलेगा तो കൂടുതൽ പൈസ കിട്ടുമ്പോൾ ഞാൻ सेठിന് വിട്ടു കൊടുക്കുക. എനിക്കൊന്നും വേണ്ട, 1000 रुपये ഞാൻ മേടിക്കേണ്ട. 1500 रुपये मैं ज़्यादा लेता. क्यों? पुलिस म्यूनसिपालिटी का सब संभालना पड़ता है. कि मेरा नारियल बहुत जगह में जाता है, पुलिस वाला पीता है ये दुकान का नाम बोल के. अब പോലീസുകാർക്ക് കൊടുക്കുന്ന പൈസ ഒരു 1000-1500 രൂപ മേടിക്കുക. കാരണം എൻ്റെ അളവിൽ ഇങ്ങനെ പോലീസുകാർക്ക് ഞാൻ വെറുതെ കൊടുക്കല. നല്ല മനുഷ്യന്മാരാണ് പോലീസ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ അവരൊന്നും വെടിവെച്ച് കൊല്ലാൻ നിൽക്കണ്ട. അവർ ഗവൺമെൻറ് ഡ്യൂട്ടി ഞങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങളെ പിടിച്ച് അടിക്കും, നിങ്ങളെ ജയിലിൽ കൊണ്ടെടുക്കും. നിങ്ങൾ നല്ല ചെയ്താൽ അവരൊന്നും ചെയ്യൂല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഹൃദയം വേദനിച്ചുകൊണ്ട് സമനില തെറ്റ് ചെയ്യാൻ പറയാണ്. ഞാൻ എത്രയോ എനിക്കിവിടെ പോലീസും മുനിസിപ്പാലിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങളാരും വെടിവെച്ചോക്കാണ്. ഇവിടെ നിന്നുണ്ട് ഇളകൽ 1.5 ഇളകൽ. നിങ്ങൾ ഏത് പാതാളത്തിൽ ഒളിച്ചാലും നിങ്ങൾ ഇതിൻ്റെ വെടിയേക്കാൻ വേണ്ടി ആയുധത്തൊക്കെയാണ് അതിൻ്റെ മനസ്സിൽ കാണിക്കുക. ആരോ എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്, മാറി നിന്നോന്ന്. കാരണം ഞാൻ തെറ്റ് ചെയ്തില്ല. 11 ലക്ഷം മേടിച്ച മുഹമ്മദിനോടുണ്ട്, റീനീഷുണ്ട്, തട്ടാൻ ചെക്കൻ മറവഞ്ചേരി ആ നായിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കായ് വെക്കട നായിന്ന്. ആ പന്നീൻ്റെ അടുത്തേക്ക് ഞാൻ കയറി ചെല്ലും, മുഹമ്മദിൻ്റെ അടുത്തേക്ക് ഞാൻ കയറി ചെല്ലും. ഒറ്റ തന്തക്കുണ്ടായ വാക്കൊന്നുള്ളൂ. 2 തന്തക്കുള്ള സ്വഭാവമാണ് മുഹമ്മദ് ചെയ്തത്, 11 ലക്ഷം മേടിച്ച്. 2 തന്തക്കുള്ള സ്വഭാവമാണ് റിനീഷ് ചെയ്തത്. ആ നായിനോട് പറഞ്ഞ് കായ് വെക്കണം, വീടൊക്കെ മതി, ആ കായ് എന്നല്ലടാന്ന്. ഞാൻ പോവും. ഒറ്റ തന്തക്കുണ്ടാകാത്ത വാക്കൊന്നുള്ളൂ. കൊല്ലാൻ ഞാൻ പോവില്ല. അത് നിങ്ങൾ രാത്രി വെടിയേക്കാൻ പോയിക്കോളും. ഇന്ന് അതിന് കിട്ടൂല. ഞാൻ നേരത്തെ യുദ്ധം ചെയ്യും. വെളിച്ചടി കയറ്റി വണ്ടിക്കടി കയറ്റി അങ്ങാടിയിലിട്ടിട്ട് പറഞ്ഞ ആയുധോടെ കൈ കൊടുത്തിട്ട് വെട്ടട 2 കഷ്ണം ഇന്നെന്ന് കജ്ജലയുടെ കൈ മേടിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിയത് ഞാൻ ചെയ്യും. ഒറ്റ തന്തക്കുണ്ടാകാത്ത വാക്കൊന്നും സമനില തെറ്റി കിടക്കുകയാണ്. സല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളൊക്കെ സ്കൂളാട്ടോ, ഞങ്ങളെ റോഡത്. ഇവിടെയൊക്കെയാണ് JP പടി സ്കൂള്, എംഗ്ലടി. ഇവിടെ ഒരുപാട് സ്കൂളുണ്ട്. ആ ബസ്സാണ് നിൽക്കണമൊക്കെ. ഓക്കെ ഇവിടെ കട്ടാക്കി പിടിക്കണം. ഭൂമിൻ്റെ അടിയിൽ കൂടെ ട്രെയിന് പോണ സംഭവട്ടാ. ഇവിടെ പ്ലാറ്റ്ഫോം വരികയാണ്, കണ്ടില്ല? ഇവിടെ പ്ലാറ്റ്ഫോം വരികയാണ് കേട്ടോ. ഇനി ഇവിടെ സ്റ്റോപ്പ് ആവക്കട്ടെ. ഇത് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ എൻ്റെ കടറ അവിടെ ഉണ്ടാവുക. ക്രമേണ വിജയിക്കും. ഇവിടെ സിറ്റി ബാങ്ക് എന്ന് പറയും, സിറ്റി ബാങ്ക്. ഇത് ഞായറാഴ്ചയുടെ വീഡിയോ ആണ്. 20/7/2025. പണിയെടുക്കാൻ വയ്യ, തെങ്ങുമ്പോൾ കയറാൻ വയ്യ, സമനില തെറ്റിട്ട്. ആരൊക്കെ പറയുന്നത് എനിക്ക് ഭ്രാന്തൊന്നുമില്ല. എന്താ പൊന്നാറ മക്കളെ നിങ്ങൾ ഈ പറഞ്ഞത്? ഭ്രാന്തില്ലാത്ത ഇങ്ങനെയൊക്കെ വീഡിയോ വിടും. നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്. ഭ്രാന്തുള്ളവനല്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടുള്ളൂ. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ഭ്രാന്തില്ല എന്ന് പറഞ്ഞാൽ അതപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ സ്റ്റോപ്പാക്കി പിടിക്കട്ടെ. ഭ്രാന്തുള്ളവനെ ഓൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെ വിടും. ഓൻ ചെറ്റത്രം ചെയ്തതും പറയും. കാരണം അള്ളാൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലണം. നമ്മളൊക്കെ റബ്ബിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആൾക്കാരാ. ഇവിടെ ജനങ്ങളെ മുന്നിൽ മറച്ചിട്ട് നാളെ റബ്ബിൻ്റെ മുന്നിൽ തുറന്നു കൊടുക്കണ്ടേ? അപ്പോൾ ഏതാ നല്ല നിങ്ങൾ പറയും. ജനങ്ങളെ മുന്നിൽ എല്ലാം പറഞ്ഞിട്ടാണ് പോയേക്കാണ്. പിന്നെ നമ്മളെ പള്ളിക്കാട്ടി കിടക്കുമ്പോൾ മുൻഗർ നക്കീർ അലൈഹിസ്സലാം കടന്നു വരും. ഇതാണ് വീട്ടിൽ സ്റ്റേഷൻ ഇട്ടാ. ഞങ്ങള് കുറച്ച് മീൻ മേടിക്കണം സംസുഖാക്ക്. അപ്പം എവിടുന്ന് ഇല്ല ഇവിടെ തിരിയാലോ. വേണ്ട, ഞാൻ ഇവിടെ സ്റ്റോപ്പാക്കാം. അപ്പം ഞാൻ ഇവിടെ സ്റ്റോപ്പാക്കി പിടിച്ച കുറച്ചുകൂടി ഒന്ന് എടുത്തു കൊടുക്കാം പാവങ്ങൾക്ക് കണ്ടോട്ടെ. ഇത് ഞായറാഴ്ചയല്ലേ, ഇവര് വെറുതെ ഇരിക്കുമ്പോൾ കണ്ടോളി. നിങ്ങൾ വേണ്ടത്തെ കമൻറ്റ് ചെയ്തിട്ടാ. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാൻ തന്നെ ലെഫ്റ്റ് ആവും. ഞാൻ പറയും നിങ്ങൾക്ക് എന്നോട് വെറുപ്പിണെങ്കിൽ യൂട്യൂബിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ
നിങ്ങളെ പൈസ ഒന്നും വേണ്ട. ഞാൻ 100 തവണ പറയുന്നുണ്ട്, നിങ്ങളെ പൈസക്ക് വേണ്ടി സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളല്ലേ ഞാൻ നല്ല ഹലാലായ പൈസ ഇന്റർനെറ്റിൽ കൂടെ ചാടും. ഹറാമായ പൈസ എനിക്ക് വേണ്ടാറുണ്ട്. ഞാൻ നിങ്ങളെ പൈസക്ക് വേണ്ടി നടക്കണല്ല പൊന്നാണ് മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ പറ്റി അറിയിച്ചാണ്. നിങ്ങളെ പൈസ ഉണ്ട്. ഇപ്പൊ 3 ആള് വന്നിട്ടുണ്ട് തിരൂരിന്ന്. അയാളല്ലാതെ വേറെ ആരും വരരുതിട്ടാ. നിങ്ങൾ ബോംബെ കാണാൻ വരുന്നവരാ ചിഹ്നം കൺവന്ന് കണ്ടോളി. അതിനൊന്നും കുഴപ്പമില്ല. എന്റെ വകാട്ടി ചോറും നാസ്തൊക്കെ ഉണ്ടാവും. നിങ്ങളെ ₹1 ഞാൻ തിന്നൂല. ചില ആൾക്കാർ പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ ആ പാവത്തിന്റെ തീട്ട നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹം കഴിച്ചു ഒരുത്തം കല്യാണം കഴിച്ചാൽ സ്വർഗ്ഗമല്ല അവനിക്ക് കിട്ടുക. പിന്നെ അവനക്ക് നരകത്തിയിലൊക്കെ പോണേ. കാരണം ഒരു പെൺകുട്ടി ഒരു ഭർത്താവ് വന്നിട്ട് പറയാണ്, എടാ എന്റെ മോൾക്കൊരു കല്യാണക്കാര്യം വേണമെന്ന് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് നല്ലൊരു സ്വർഗം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അയാളത്ത് പൈസ വാങ്ങിയ എന്ത് സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടുക? ചെറ്റത്രം ചെയ്ത് കൂട്ടുന്ന ഓരോ മനുഷ്യന്മാരുണ്ട് ഭൂമിയില്. ഭൂമി കച്ചവടം എങ്ങനെയാണ്? ആ ഭൂമിന്റെ മുകളിൽ നിങ്ങൾ വല്ലാതെ പൈസ ഉണ്ടാക്കരുത്. അയാൾ എന്താണ് പൊരുത്തപ്പെട്ട് തരുന്ന വെച്ചാൽ അത് മേടിക്കുക. ഒരു പെൺകുട്ടിക്ക് കല്യാണം കരുത്തി കൊടുത്താലും അത് പേടിക്കാൻ തന്നെ പാടില്ല. പക്ഷെ ഓൻ തരണം 500-100 തന്നാലും പൊരുത്തല്ലെന്ന് ചോദിക്കണം. അങ്ങോട്ട് ചോദിക്കണം. ഇതൊക്കെ പോർക്ക് പൊരുത്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അങ്ങനെ പള്ളിക്ക് പോയി നിസ്കരിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചാൽ നിങ്ങളൊക്കെ ഖുർആനെടുത്ത് ഓതിയല്ല. ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹകാര്യം വന്നാല് നല്ലൊരു കാര്യം, കുട്ടിക്ക് ഒരു സ്വർഗം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങള് ആ ചെക്കൻക്കോ ആ പെണ്ണിനോ. എന്നിട്ട് ഓൻ്റെ അടുത്ത് കുറെ കായ് മേടിച്ച് നക്കടെ കുറെ ആൾക്കാരുണ്ട്. ഉസുറും പുളിയാത്ത ചറ്റോള്. ഞാൻ കുറെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഉസുറും പുളിയാങ്കിൽ അതന്നെ പറഞ്ഞത്. എന്നോട് എത്ര ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ ഒരു കടവാണെന്ന്. ഞാൻ അവരടുത്ത് കമ്മീഷൻ മേടിക്കാൻ നിൽക്കല്. എന്തിനാ മേടിക്കാൻ നിൽക്കണേ? അയാളെ ഭാര്യ മക്കളും സ്വർഗം കാണട്ടെ. ആ കടക്ക് ഒരു മാസം 20,000 രൂപ ശമ്പളം ഉണ്ടാവും, വാടക ഉണ്ടാവും. അപ്പൊ ഒരു മാസത്തെ വാടക വാങ്ങി തീട നക്കട കുറെ ആൾക്കാരുണ്ട്. അതും ചെയ്യരുത് പൊന്നാല മക്കളെ. അങ്ങനെ ചെയ്തോളി. പള്ളികൾക്ക് കിടക്കരുത്. അതാ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പള്ളികൾക്ക് കിടക്കരുത്. ആൾക്കാരെ മുന്നിൽ നിങ്ങൾ പേരെ പറ്റി നിസ്കരിച്ചോളി. പള്ളി നിങ്ങൾ കളിക്കുന്ന സംഭവമല്ല. അത് നല്ല മനുഷ്യന്മാര് നല്ല ഉസ്താദ്മാരുണ്ട്. അവർക്കുള്ളതാണ് പള്ളി. നമ്മളെ പോലത്തെ നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ₹1 വാങ്ങി തിന്നരുത്. അധ്വാനിക്കുക. എന്നെ പോലെ ചോര നീരായിട്ട് അധ്വാനിച്ചിട്ട് അതിൽ നിന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. ഭാര്യക്കും മക്കൾക്കും മാത്രം തിന്നാൻ കൊടുക്കരുതിട്ടാ. സ്വർഗം കാണൂല. ഞാനാ പറഞ്ഞത്. എനിക്ക് വയ്യ. സംസാരിച്ച് എന്റെ തൊണ്ട വേച്ചിക്കണം. അസ്സലാമു അലൈക്കും. ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പൊരുത്തപ്പെടുക. സംസൊക്കെ ഇവിടെ ഇറങ്ങല. ഈ പെട്രോൾ പമ്പിന്റെ അവിടെ എങ്ങനെ ഇപ്പൊ നിങ്ങളെ കാണിക്കുക? അപ്പൊ മൂപ്പരായ കട്ടൻ ചായക്ക് ഉണ്ടാക്കി. ഞാൻ ഫ്ലാസ്ക് വാങ്ങി കൊടുത്തിന്. കട്ടൻ ചായ മൂപ്പരായ്ക്ക് ഉണ്ടാക്കി തരും, കൊണ്ടുവരും. അപ്പൊ ഇനിയിപ്പോ മൂപ്പരായി പോയി. ഇത് വയ്യ. തെങ്ങ് കയറി സമനില തെറ്റിട്ടേ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുക. തൊണ്ട അടഞ്ഞ് തൊള്ള തോന്നി വേണ്ടാത്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. ഇത് ഞാൻ പോയ സ്ഥലത്തുള്ള അമ്പലമാണ്. ഈ പൈക്കൾക്ക് ഇതാ പുല്ലൊക്കെ കൊടുക്കണക്കാണ് ഓരോ മനുഷ്യന്മാരും. ഇതാണ് അമ്പലം, കണ്ടില്ലേ? നെഞ്ചകമിൽ കൊണ്ടു നടക്കാനാളുണ്ടെങ്കിൽ ഇവിടം ഒരു സ്വർഗം പണിയാമനുരാഗത്തിൽ. മൊഞ്ചതിനെ കണ്ട് രസിക്കാൻ മിഴിയുണ്ടെങ്കിൽ രാപ്പകലിൽ പാടി നടക്കാമാനന്ദത്തിൽ. നെഞ്ചകമിൽ കൊണ്ടു നടക്കാനാളുണ്ടെങ്കിൽ ഇവിടം ഒരു സ്വർഗം പണിയാമനുരാഗത്തിൽ. മൊഞ്ചതിനെ കണ്ടു രസിക്കാൻ മിഴിയുണ്ടെങ്കിൽ രാപ്പകലിൽ പാടി നടക്കാമാനന്ദത്തിൽ. രാപ്പ
രാപ്പകലിൽ പാടി നടക്കാൻ നെഞ്ചകമിൽ കൊണ്ടു നടക്കാനാളുണ്ടെങ്കിൽ ഇവിടം ഒരു സ്വർഗം പണിയാമനുരാഗത്തിൽ മൊഞ്ചതിനെ കണ്ട് രസിക്കാൻ മിഴിയുണ്ടെങ്കിൽ രാപ്പകലിൽ പാടി നടക്കാമാനന്ദത്തിൽ നെഞ്ചകമിൽ കൊണ്ടു നടക്കാനാളുണ്ടെങ്കിൽ ഇവിടം ഒരു സ്വർഗം പണിയാമനുരാഗത്തിൽ മൊഞ്ചതിനെ കണ്ടു രസിക്കാൻ മിഴിയുണ്ടെങ്കിൽ രാപ്പകലിൽ പാടി നടക്കാമാനന്ദത്തിൽ രാപ്പകലിൽ പാടി നടക്കാം. എത്ര ദിവസമായി അവിടെ കാത്തു നിൽക്കുന്നു. നമ്മളെ കാര്യം അതിലും കഷ്ടമാണ്. പഠിച്ചോനെ നമുക്കൊന്ന് പോലെ കണ്ടു കിട്ടിയാൽ മതി. ദിവാകരൻ പുന്നാട് ആദ്യം നിങ്ങളെയാണ് ആളിടില്ലേ? ഓലകത്തുണ്ട്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? നമ്മളെല്ലാം പുലരുമ്പം വന്ന് കാത്തു. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിച്ച എനിക്ക് നേരിട്ട് കണ്ടൂടെ? ഒരു വരുന്നുണ്ടല്ലോ. ആരോട് ആദ്യം? ആദ്യം ദിവാകരൻ പുന്നാട്. ദിവാരന്റെ ആ പീറ്റത്തേക്കുമില്ല ഈ ചൂട്ടൊന്നും വെഞ്ഞിറങ്ങില്ല. എന്നാ പിന്നെ ബഷീറിന്റെ ഫൈൻ ചെയ്യും അല്ലേ? അത് പോവാ. വണ്ടി കൊണ്ടതില്ലേ? ഓ നിങ്ങളും ദേശം മാറിക്കോളി. നിങ്ങളിങ്ങ് കയറിക്കോളി. അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയാണ്, ഇദ്ദേഹം നമ്മളെ കാക്കാണ്. കാക്ക നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അബ്ദുസമദ്. തലക്കടുത്തൂര്. എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വന്നേലെന്ന്. അതെ അതെ അതെ. നമ്പർ അതിൽ കിട്ടാത്തതുകൊണ്ടേ നേരിട്ട് മറവഞ്ചേരിന്ന് കണ്ടപ്പോ അന്വേഷിച്ച് പിടിച്ചു വന്നത് അവിടെ. മാഷാ അല്ലാ. ഇന്നിപ്പോ എത്ര 1/7/2025 8 മണിക്ക് വന്നതാ. കാരണം മൂപ്പരേക്ക് ബോംബൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ മറവഞ്ചേരി വന്നിട്ട് അന്വേഷിച്ച് വന്നൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ അത് മൂപ്പര് വന്നത്. സംസുക്കാരോടും പറയാണ്, സംസുക്ക ഇതൊക്കെ വന്നിട്ടുണ്ട്. രവിയേട്ടനോടും നമ്മളെ കാലിക്ക എല്ലാവരും ഉണ്ട്. നമ്മളെ എൻ്റെ ബോംബിൽ നമ്മളെ എല്ലാവരും നമ്മളൊരു ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിലൊക്കെ നമ്മളെല്ലാവരും ഉണ്ട്. ഇറങ്ങി കച്ചവടക്കാര് സാധാ. അപ്പോൾ ഇവരെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് സാധാ. ഞാൻ ഒരു ബോംബിലേക്കൊക്കെ വരലുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ അവിടെ എല്ലാവരും പരിചയപ്പെടാം. എല്ലാവരും ഉണ്ടാവും. നിങ്ങളെ ഒരു പേടി പരിപാടി ബോംബെയോട് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ പോലെ എല്ലാ കുറെ നല്ല ആൾക്കാരുണ്ട്. സംസയ്ക്ക്, കാലിക്ക്, രവിയേട്ടന്, അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ എല്ലാരും എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്നെ പറ്റി അറിഞ്ഞിട്ട് വന്നതാ. അപ്പൊ അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് വന്നിക്കണേ. ഇവരുടെ മറവഞ്ചനൊക്കെ ചോദിച്ചിട്ടാ വന്നിക്കണേ സാറില്ല. അപ്പൊ എല്ലാവരോടും പറയണേ, സംസുകാരുടെ എല്ലാവരോടും സാറിന് അവര് വന്നിട്ടുണ്ട് കേട്ടാ. ആ എന്നാ ശരി. പിന്നെ അതേമാതിരി ഇവിടുന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടെന്നോ മമ്പറത്തുനിന്നേ. എന്താ പേര് മറന്ന ഗുരുവായൂരിന്ന് ഇന്നലെ മിഞ്ഞാന്ന് ആൾക്കാര് വിളിച്ചിട്ട്. അപ്പൊ ഞാൻ എന്റെ അളിയന്റെ വണ്ടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിൽ നിന്നിട്ട് അളിയനിക്ക് വിളിച്ചിട്ട് അങ്ങനെ വന്ന ആൾക്കാരെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പൊ ഇവര് എന്താ ഞാൻ ഇല്ലാത്തൊക്കെ വെപ്പത്താപ്പരൊക്കെ ഇതാ വന്നിക്കണ്. എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോ എന്താ പറഞ്ഞാൽ ഞാൻ സത്യം ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല. അത് കേട്ടോ, ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് എന്നോട് ഇഷ്ടപ്പെട്ട് വന്നതാ. അല്ല ഞാൻ എന്തെങ്കിലും നോണാ പറഞ്ഞിട്ട് എന്റെ ജീവിത ചരിത്രം എന്റെ ജീവിത ചരിത്രം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇന്നത്തെ ആൾക്കാർ എന്നെ തേടി വന്നതാ. അല്ല ഒന്നിനും വന്നതല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാ. കാരണം അത്രയും ചെറുപ്പത്തിൽ പോയി റോഡുമൊക്കെ എടുത്തിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാരണം നിങ്ങൾ വന്നല്ല. അത് മതി. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്ന് എന്നെ തേടി വന്നപ്പോ സംസുക്ക ഇത്ര മതി. സന്തോഷായിട്ടോ. അസ്സലാമു അലൈക്കും.